സുഹൃത്തുക്കളെ, ഈ കാണുന്ന ഇറ്റലിയാണ് കേട്ടോ. സുഹൃത്തുക്കളെ, ഇറ്റലി, സ്പെയിന്, ഗ്രീസ്, അങ്ങനെ കുറച്ച് യൂറോപ്യൻ രാജ്യങ്ങളെ തഴുകിക്കൊണ്ട് ഞാനിപ്പോൾ നമ്മുടെ അമേരിക്കയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പാരമ്പര്യങ്ങൾ ഒരുങ്ങുന്ന, ഒരുപാട് സാംസ്കാരിക തനിമ, ഇന്ത്യയെ പോലെ തന്നെയുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ ഈ ഇറ്റലി എന്ന്. ഇവിടെ ഇല്ലീഗലായിട്ടും ലീഗലായിട്ടും ഒക്കെ തന്നെ നമ്മുടെ ഒരുപാട് ഇന്ത്യൻസും താമസിക്കുന്നുണ്ട്, ബംഗ്ലാദേശികളുണ്ട്, പിന്നെ അതേപോലെ തന്നെ പഞ്ചാബികൾ ഒരുപാട് പേര് ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയും. ഒരുപാട് പള്ളികളുടെ പവിത്രത ഉറങ്ങുന്ന ഒരു മണ്ണുകൂടിയാണ് ഈ ഇറ്റലി എന്ന് പറയുന്നത്. ഓരോ നാടിനും ഓരോ ചായയാണ്. ഇപ്പോൾ നമ്മൾ US കഴിയുമ്പോൾ അവിടെ അതിൻ്റേതായ ഒരു ചായ, ഇറ്റലിയിലെത്തുമ്പോൾ അവിടെ അതിൻ്റേതായ ഒരു ചായ. ഇപ്പോൾ ഞാൻ പോകുന്ന അതിപുരാതനമായൊരു പള്ളി, ഏകദേശം 800 വർഷത്തിന് മേലെ പഴക്കമുള്ളൊരു പള്ളി കാണുവാനായിട്ടാണ്. അവിടെ ഇപ്പോൾ എന്തോ ഒരു വ്യത്യസ്തമായൊരു ചടങ്ങ് നടക്കുന്നുണ്ടെന്ന് പറയുന്നത് കേട്ടോ. എന്തായാലും നമ്മൾ അങ്ങോട്ടൊന്ന് പോവാണ്. നല്ല മഴയാണ്. ഇനി ട്രാക്കൊന്ന് മുറിച്ച് കടക്കാൻ പോവാണ്. ഇവിടെ അടുത്തെവിടെയോ ആണ് ആ പള്ളി. വണ്ടികളൊക്കെ നിരന്നിക്കുന്നുണ്ടോ? പൊളിയല്ലേ. പലതും നമ്മൾ ഇതുവരെ കാണാത്ത തരത്തിലുള്ള വണ്ടികളാണ് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ നടന്ന് മുമ്പേ കണ്ട റോഡിൽ നിന്ന് നടന്ന് മറ്റൊരു റോഡിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് പോയിക്കൊണ്ടിരിക്കുക. അവിടെ ഒരു ക്രോസ് ഉണ്ട്, അവിടെ നിന്ന് ചാടാം. അതാ ഏകദേശം ആ പള്ളിക്കടുത്ത് ഞാൻ എത്താറായിട്ടുണ്ട്. അതിൻ്റെ പരിസരത്തിരിക്കുന്ന മരങ്ങൾ അതിൻ്റെ തൊപ്പിക്കൂടാരം പോലെ നിൽക്കുകയാണ്. ഭയങ്കര ഒരു തണലും മറ്റൊരു ഫീലുമാണ് ഇതിൻ്റെ അടുത്തൂടെ ഇങ്ങനെ പോകുമ്പോൾ. എല്ലാവരും അതൊക്കെ ഇങ്ങനെ വാച്ച് ചെയ്യുന്നുണ്ട്. പറഞ്ഞില്ല, ക്രിസ്ത്യൻ പള്ളിയാണ്. ഇതാ ഇവരെല്ലാം അങ്ങോട്ടേക്ക് പോവുകയാണെന്ന് തോന്നുന്നു. ഞാനും അവരെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വഴിയറിയില്ല. ഇറ്റലിയുടെ മിക്ക ഇടങ്ങളിലും ഇതേപോലെയുള്ള ഇറ്റലിയുടെ മുഖരേഖയുള്ള കൽപ്രതിമകൾ കാണാം. ഈ സംഗീത പള്ളിയിൽ നിന്നാണ്. ഇതാണ് ആ പള്ളി കേട്ടോ. ഇതാ മഴ പെയ്തിട്ടും ആളുകളൊക്കെ ഇങ്ങനെ കൂടി നിൽക്കുന്നത് കണ്ടില്ലേ? ഇതൊക്കെ എന്താണ് നമുക്ക് നോക്കാം. എന്താണ് ഇവർ ചെയ്ത് കാണുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അതിനകത്ത് ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരുടെ ആ ഒരു ശില്പങ്ങൾ കാണുന്നുണ്ടല്ലോ, അത് മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എന്തായാലും പള്ളിമുറ്റത്ത് നിന്ന് കുറച്ച് ഫോട്ടോകളെടുത്തു, മടങ്ങുന്നു. ഇനിയും കണ്ടുമുട്ടാം.